1ഉം 2ഉം കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മാർച്ച് 19-ാം തീയതി ജയേട്ടൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഒരു എപ്പിക് സെറ്റപ്പിലേക്ക് ചെല്ലുമ്പോൾ അത് റിയലി ചലഞ്ചിങ് ആണ്. കാരണം 5-6 ഷോട്ടുകളൊക്കെ മാത്രം എടുക്കാൻ പറ്റുന്ന ദിവസം. ശരി, എന്നോടാണോ ചോദിക്കുന്നത്? അത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ട്രെയിലർ നിങ്ങൾ കണ്ടതാണ്. വളരെ നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് ട്രെയിലറിൽ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല കമൻറ്റ്സ്, നല്ല മെസ്സേജസ്, നല്ല റിയാക്ഷൻസ് ഓൺലൈൻ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. എന്താണ് ശരിക്കും പ്രേക്ഷകർ ആഴത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു ഫൺ റൈഡ് ആണോ? തീർച്ചയായും. കാരണം ഇന്നലെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായത് നമ്മുടെ രാജാവിൻ്റെ ക്യാരക്ടറൈസേഷൻ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ സിനിമയുടെ സ്വഭാവം പൂർണ്ണമായും വെളിവാക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ്, സ്പെക്യുലേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിൽ ഫ്ലോട്ട് ആവുന്നുണ്ട്. എന്നാലും ഏറെക്കുറെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നത്. നിങ്ങൾക്കത് ആദ്യത്തെ സെക്ഷൻ ഓഫ് പോസ്റ്റേഴ്സിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. ഒരു കാലഘട്ടത്തിൻ്റെ കഥ കൂടിയുണ്ട് നമ്മുടെ ആട് 3-ൽ. ഇത്തവണ നമ്മൾ ഒരു ടൈം ലൈന് കൂടി കൂടുതൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പം മറ്റൊരു ടൈം ലൈനിൽ ഒരു ഭൂതകാലത്തിൽ എന്ന് വിളിക്കാവുന്ന ഒരു കാലത്തിൽ ഇവരുടെ ലുക്ക് ആൻഡ് ഫീലുള്ള മറ്റൊരു കൂട്ടം പുതിയ ക്യാരക്ടേഴ്സ്, ഒരു ആട് മണ്ണിൽ എങ്ങനെ ഷാജി പാപ്പനും സർബത്ത് ഷമീറും അറക്കലും ഒക്കെ വന്നോ അതുപോലെ ഒരു കൂട്ടം ആളുകൾ കൂടി നമ്മുടെ ആടിൻ്റെ യൂണിവേഴ്സിലേക്ക് വരികയാണ്. ആക്ച്വലി ആട് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞൊരു തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും ഇപ്പം ഒരു 6-7 പുതിയ ക്യാരക്ടേഴ്സിൻ്റെ അഡീഷൻസോട് കൂടി നമ്മുടെ യൂണിവേഴ്സ് ഒന്നും കൂടി വലുതായിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ മറ്റൊരു ടൈം ലൈനിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരേ രൂപസാദൃശ്യമുള്ള ആളുകൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പുനർജന്മങ്ങൾ എന്ന് വിളിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ പടത്തിലേക്ക് ഒരു ടൈം ലൈൻ കൂടെ ആഡ് ചെയ്യപ്പെടുകയാണ്. ബേസിക് ഫ്ലേവറിലൊന്നും ഒരു മാറ്റവുമില്ല. നമ്മുടെ ഹ്യൂമർ പടം തന്നെയാണ്. അത് നിങ്ങൾ കണ്ടതാണ് ട്രെയിലറിൽ. പിന്നെ സ്കെയില്, ക്യാൻവാസ്, സ്കോപ്പ്, പ്രൊഡക്ഷൻ വാല്യൂ എല്ലാം നമ്മൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൂടുതൽ ഒരുപാട് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് കഥ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. കാരണം ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും ആട്. നമ്മുടെ സിനിമയുടെ സ്ലാസ്റ്റിക് സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഫാൻറ്റസി എലമെൻറ്റുകൾ ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് എപ്പിക് ഫാൻറ്റസി എന്ന് വിളിക്കാവുന്ന ഒരു രൂപത്തിലേക്കാണ് ഇത്തവണ ആട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ആടിൻ്റെ 3-ാം ഭാഗം ഒരു വ്യത്യസ്തമായൊരു സിനിമാനുഭവമായിരിക്കും, ഒരു വ്യത്യസ്തമായൊരു കോമഡി സിനിമയായിരിക്കും. ഇത് ഇറങ്ങുന്ന റിലീസ് ദിവസം തന്നെ 2 പടങ്ങളാണ്. അത് 2 ഹെവി പടങ്ങൾ തന്നെയാണ്. ടോക്സിക്കും ഉണ്ട്, ദുരന്തവും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഇപ്പോൾ തിയേറ്റേഴ്സിന്റെ എണ്ണം ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏതിനെ കയറും അല്ലെങ്കിൽ ഏതധികം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ? അല്ല, ഇതുപോലൊരു സീസൺ മലയാളത്തിൽ വളരെ കുറച്ച് സീസണുകളിലേ ഉള്ളൂ. ഇതുപോലൊരു സീസണിൽ വേറെ പടങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ മാത്രം ഒരിക്കലും അങ്ങനെ കാണല്ല. അപ്പോൾ എന്തായാലും പടങ്ങൾ ഉണ്ടാവും. 2 അന്യഭാഷാ ചിത്രങ്ങൾ വരുന്നു. അതിലൊരെണ്ണം ഫസ്റ്റ് പാർട്ട് ഹിറ്റായ സിനിമ തന്നെയാണ്. വേറൊരെണ്ണം അതേപോലെ ഓൾ ഇന്ത്യ ലെവലിൽ ഇറങ്ങുന്ന ഒരു മാസ് സിനിമയാണ്. പക്ഷേ ആട് എന്ന് പറയുന്നത് മലയാളികളുടെ സ്വന്തം ഫ്രാഞ്ചൈസിയാണ്. മലയാളികൾ കഴിഞ്ഞ 8 വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ആട് 3 എന്ന് വരും എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവുമായി ഞങ്ങൾ വരികയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആടിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ കൊണ്ടുവരുന്നു. ഇനി നിങ്ങൾ പറയാം അതിൻ്റെ കൂടെ വേറെ പടം ഉണ്ടായിരുന്നല്ലോ, ഇനി എന്ന് പറഞ്ഞ് ഞങ്ങളെ കാര്യം വരുന്നത് നിങ്ങളെന്താ ഒറ്റക്കിറക്കാൻ എന്നൊന്നും ചോദിക്കരുത്. പിന്നെ ഇത് ഒരു ക്ലീൻ വ്യൂ ചിത്രമാണ്, ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഒരു സമ്മർ കാലത്ത് ഹോളിഡേ തുടങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് ഹോളിഡേയ്സ് ഉള്ള അല്ലെങ്കിൽ എക്സാമുകളൊക്കെ കുറേ കഴിഞ്ഞു, പിന്നെ കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും എല്ലാ എക്സാമുകളും കഴിഞ്ഞ് കുട്ടികളും ഫ്രീ ആണ്. അപ്പോൾ ഫാമിലിയോടൊപ്പം ഒരുമിച്ച് വന്നിരിക്കാവുന്ന, അതായത് 18+ അല്ല, 10 വയസ്സോ 5 വയസ്സോ 2 വയസ്സോ ഉള്ള കുട്ടികൾക്ക് പോലും അമ്മയ്ക്കും അച്ഛനോടൊപ്പം വന്നിരുന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. അതാണ് നമ്മുടെ ഓഡിയൻസ്. ഇതൊരു ക്ലീൻ വ്യൂ ചിത്രമായിരിക്കും എന്നുള്ളത് 24 പടത്തിൻ്റെ സെൻസറിങ്ങിന് പോയാൽ എനിക്ക് ഓൾ
ഓൾറെഡി അറിയാം. അതുകൊണ്ട് ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു കട്ട് സെൻസർ പറഞ്ഞാൽ തന്നെ ഞങ്ങളത് കട്ട് ചെയ്യാൻ തയ്യാറുമാണ്. കാരണം ഇത് എല്ലാ കുടുംബത്തോടും ഒരുമിച്ചിരുന്ന് വന്ന് കാണേണ്ട സിനിമയായതുകൊണ്ട് ആ ഓഡിയൻസ് ആടിലേക്ക് വരും എന്ന്, തുടക്കത്തിൽ തന്നെ ആടിലേക്ക് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. ദൃശ്യം കഴിഞ്ഞാൽ ആടിച്ചു പോയെന്നുള്ളതുകൊണ്ടാണ് ദൃശ്യത്തിന് 2 ആഴ്ച മുമ്പേ ഞങ്ങൾ ഇറങ്ങുന്നത്. ആ ഏറ്റവും റിസ്ക് ഏതായിരുന്നു ആ 2 കാലഘട്ടം ഷൂട്ട് ചെയ്യുമ്പോൾ താങ്കൾക്ക് ഡയറക്ടർ എന്ന നിലയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും? തീർച്ചയായും എഴുതുമ്പം നമുക്ക് അങ്ങനെ കാലഘട്ടങ്ങളുടെ ഡിഫറൻസ് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഹ്യൂമർ 2 കാലഘട്ടത്തിലും വർക്കൗട്ട് ആക്കുക എന്നുള്ള ഫോക്കസേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് എക്സിക്യൂഷനിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ചലഞ്ചസ് നേരിടുന്നത്. കാരണം ഒരു 10-25 കുതിരകളൊക്കെ സിംഗിൾ ഫ്രെയിമിൽ വരിക എന്ന് പറഞ്ഞാൽ, ഞാനങ്ങനെ കുതിരകളൊന്നും ഇതിനും ഒരുപാട് വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു വലിയ ഒരു എപ്പിക് സെറ്റപ്പിലേക്ക് ചെല്ലുമ്പോൾ അത് റിയലി ചലഞ്ചിങ് ആണ്. കാരണം 5-6 ഷോട്ടുകളൊക്കെ മാത്രം എടുക്കാൻ പറ്റുന്ന ദിവസം ആക്ടേഴ്സ് ഹോഴ്സ് റൈഡിങ് പഠിക്കണം. അങ്ങനെ ഒരു കൂട്ടം ആക്ടേഴ്സ് ഭാഗത്ത് കൂടി ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഹോഴ്സ് റൈഡിങ് പഠിച്ച് അത് ഇവരുമായിട്ട് കുതിരകൾ സെറ്റാവണം. അതിനിടയിൽ മഴ പെയ്യുന്നു. അങ്ങനെ ഒരു ഇപ്പം ഞങ്ങളൊരു 130ഓളം ദിവസം ഷൂട്ട് ചെയ്തത് ഏകദേശം 10 മാസത്തോളം എടുത്താണ്. മഴ ഒരു വലിയ ചലഞ്ചായിരുന്നു. ഇട്ട സെറ്റുകൾ കുറേ നശിച്ചുപോയി. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് നമ്മളിപ്പോൾ റിലീസിന് തയ്യാറെടുത്ത് നിൽക്കണം. അപ്പോൾ ഓഫ്കോഴ്സ് ഭൂതകാലം ഷൂട്ട് ചെയ്തപ്പോൾ, ഫാസ്റ്റ് ടൈം ലൈൻ ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ചലഞ്ചിങ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഭയങ്കര കമ്പല്ലിങ് സിനാരിയോ ആയിരുന്നു. കാരണം നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്തപ്പോൾ എല്ലാവർക്കും അതൊരു കൗതുകമായിരുന്നു. ആ കൗതുകമാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്ന ഫാസ്റ്റ് ടൈം ലൈൻ വരുമ്പോൾ ആ വിഷ്വൽസിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ, ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. എല്ലാവരും നമ്മുടെ DOP ആണെങ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രൊഡക്ഷൻ ടീമിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഷൂട്ടിംഗ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അപ്പം അത് എൻ്റർടൈൻമെൻറ്റ് ആക്കാനായിരുന്നു ഞങ്ങൾ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 150 രൂപ കൊടുത്ത് സിനിമ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമയ്ക്കും ഒരേ കഷ്ടപ്പാട് തന്നെയാണ്. ബട്ട് ചലഞ്ചിങ് ഓഫ് കോഴ്സ് ഇതായിരുന്നു ഭൂതകാലം ഷൂട്ട് ചെയ്തായിരുന്നു. ഈ വിജയബാബു കഴിഞ്ഞ ദിവസം എൻ്റെ ഇന്റർവ്യൂ പറഞ്ഞു, ജയസൂര്യ വരുമ്പോൾ ഒരു ബുക്കുമായിട്ടാണ് വരുന്നത്. കുറേ കാര്യങ്ങൾ എഴുതിയാണ്. പക്ഷെ ഒരു കാരണത്താലും ഇതിനൊരു സമ്മതിക്കില്ല. അങ്ങനെയാണ് നിങ്ങൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നത്, പിന്നെ എന്തെങ്കിലും ആട്ടെ എന്ന രീതിയിലേക്കുള്ള സംസാരത്തിൽ വരും. അതെങ്ങനെയായിരുന്നു? ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജയേട്ടൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ജയേട്ടൻ ഒരുപാട് കാലം പല പ്ലാറ്റ്ഫോമുകളിൽ ഹ്യൂമർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ഹ്യൂമർ സിറ്റുവേഷനെ, ഇപ്പം നമ്മൾ ഹ്യൂമർ സിറ്റുവേഷൻ 10 രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാം. അങ്ങനെ ഒരു 6-7 രീതി ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ജയേട്ടൻ. അപ്പം സ്വാഭാവികമായും അദ്ദേഹത്തിന് ക്യാരക്ടർ വെച്ച് ഒരുപാട് ഹോംവർക്കുകളൊക്കെ ആയിട്ടാണ് വരിക. എന്നിട്ട് അത് അവിടെ വന്ന് നമ്മളിങ്ങനെ റിഹേഴ്സ് ചെയ്ത് അതിനകത്ത് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതാണ് നമ്മൾ എടുക്കുക. അപ്പം അത് ജയേട്ടൻ ആട് 1 മുതൽ നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയാണ്. ഒരു ഹ്യൂമർ സിനിമ ഇപ്പോൾ ചേട്ടൻ വരികയാണെങ്കിൽ ചേട്ടൻ നല്ല പ്രിപ്പയർഡ് ആയിട്ട് ചേട്ടനെങ്കിൽ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ നല്ല സാധനങ്ങൾ തിയേറ്ററിൽ രസകരമായിട്ട് വർക്കൗട്ട് ആവുന്ന സാധനങ്ങൾ നമ്മൾ ഫിൽറ്റർ ചെയ്ത്. അപ്പോൾ ചേട്ടനോട് വർക്ക് ചെയ്യാന്നുള്ളത് അങ്ങനത്തെ ഒരു മൂഡിലാണ് പോകുക. ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ഓരോ സിനിമയിലും വന്നുകൊണ്ടിരിക്കുമല്ലോ. അതുപോലെ മുണ്ടിലും ചുണ്ടയിലും പറ്റാവുന്ന രീതിയിൽ ഉള്ള പരീക്ഷണങ്ങളാണ് നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടത്. അത് ജയേട്ടൻ്റെയും സരിത ജയസൂര്യ ചേച്ചിയുടെയും ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ചെറിയ ട്വീക്കിങ്ങുകൾ, മോഡിഫിക്കേഷനുകൾ വരുത്തിക്കൊണ്ട് ആ പാപ്പനിസം നിലനിർത്തിക്കൊണ്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇല്ല ശരി, എന്നോട് അത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഇത് ആക്ച്വലി നമ്മൾ ആടിനകത്ത് ഐറ്റം സോങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ഫാമിലി സിനിമ ആയതുകൊണ്ട് നമ്മളൊരു ഡാൻസ് സെറ്റ് ചെയ്യും, ഒരു എൻ്റർടൈൻമെൻറ്റ് ഡാൻസ്. കഴിഞ്ഞ പ്രാവശ്യം നിക്കോളും സോണലുമാണ് കളിച്ചത്. അതങ്ങനെ ഒരു ഐറ്റം സോങ് പരിപാടിയായിട്ടില്ല. നമ്മളൊരു നന്നായി ഒരു ഹെവി ഡാൻസ് ചിത്രീകരിക്കുക, ആ സോങ് എൻ്റർടൈൻമെൻ്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ മുഖമുദ്ര. കാരണം നമുക്കൊരു ഐറ്റം സോങ് വെച്ചിട്ട് നമുക്ക് യു സർട്ടിഫിക്കേഷൻ കിട്ടില്ല. അത് സെൻസർ ബോർഡിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഡാൻസ് ആണ് ആക്ച്വലി എല്ലാ ആടിലും നമ്മൾ പാർട്ട് 2 മുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ രാവിലെ ഒരു ദിവസം കണ്ണൂർ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിഖില ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്ത. അപ്പോൾ എന്നോട് ഡയറക്ടർമാർ സുഹൃത്തുക്കൾ തന്നെ 1-2 പേര് ചോദിച്ചു, നിഖില ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതൊന്നും അറിയാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. നിഖിലയോട് ചോദിച്ചപ്പോൾ നിഖില അന്ന് പടം വരട്ടെ പറയാമെന്ന് പറയുകയും ചെയ്തു. ആക്ച്വലി നിഖിലയുടെ ഐറ്റം ഡാൻസ് ഒന്നും ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇല്ല. നമുക്ക് ഡാൻസ് ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഒരു ആളുകൾ നമുക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നിഖിലല്ല. എന്താണെന്ന് വെച്ചാൽ
ഒരു സിറ്റുവേഷന് അനുയോജ്യമായിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഡാൻസ്. ഇപ്പം ഒരു കൊള്ളസൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് ഇട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ സിനിമയിലെ കഥാപരമായിട്ട് എങ്ങനെയാണോ അത് ചിത്രീകരിക്കേണ്ടത് അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. അതിനെ ഐറ്റം ഡാൻസ് എന്നൊന്നും വിശേഷിപ്പിക്കാനായിട്ട് ഞങ്ങളില്ല. അത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിനകത്തുണ്ട്. അത് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുയോജ്യമായിട്ട് എങ്ങനെയാണോ ചിത്രീകരിക്കേണ്ടത്, എന്ത് കോസ്റ്റ്യൂമാണ് അവിടെ ഉള്ളത്, അതാണ്. അന്ധവിശ്വാസം ഇടയ്ക്കൊക്കെ തലയിൽ കയറും. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അത് ഹൈദരാബാദിന് ഒരുമാതിരി ഒരു ചിരിച്ച് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും, ഒരു ഹോൾസം എൻ്റർടൈനർ ആയിരിക്കും. ആദ്യമായിട്ട് പല ലാംഗ്വേജിലും ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും ട്രെയിലർ റിയാക്ഷൻ ഏതൊക്കെ ലാംഗ്വേജിൽ നിന്ന് വന്നെന്ന് നോക്കലായിരുന്നു പണി. ഹിന്ദി, പഞ്ചാബി, ബംഗാളി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസിലെ ഓഡിയൻസിലേക്ക് നമ്മുടെ ട്രെയിലർ എത്തി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. അതിനകത്ത് 1-2 ട്രെയിലർ റിയാക്ഷനിൽ അവർ പറഞ്ഞത് 1ഉം 2ഉം കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അത് എങ്ങനെ അവർക്കത് അവരുടെ കണ്ണിലേക്ക് എത്തിയെന്നുള്ള അറിയില്ല, പക്ഷേ ദേ ലൈക്ഡ് ഇറ്റ്. ആൻഡ് അവർ ക്യാരക്ടേഴ്സിൻ്റെ പേര് റിയാക്ഷൻ പോകുമ്പോഴത്തേക്കും ക്യാരക്ടേഴ്സിൻ്റെ പേരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷം നൽകി. താങ്ക് യു. ആട് 3യുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇത്രയധികം മീഡിയ സുഹൃത്തുക്കൾ ഇവിടെ വന്നതിലും സഹകരിക്കുന്നതിലും ഒരുപാട് സന്തോഷം. എല്ലാവരും എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മാർച്ച് 19-ാം തീയതിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്.